എൻ്റെ പേര് പവിത്ര. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് സ്വദേശം. വീട്ടിൽ ഹസ്ബൻഡും കുട്ടിയും അച്ഛനും അമ്മയാണ് ഉള്ളത്. പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം ഞാൻ കുടുംബശ്രീ സ്റ്റേറ്റ് മിഷനിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യായിരുന്നു. പിന്നീടാണ് ആ ജോലി റിസൈൻ ചെയ്ത് PSCയിലേക്ക് വരുന്നത്. ഇപ്പോൾ നിലവിൽ WCPOയിലും SIയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടുന്നത്. അത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട്. കുടുംബശ്രീ സ്റ്റേറ്റ് മിഷനിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഡെയിലി വേജ് സ്റ്റാഫായിരുന്നു. അപ്പോൾ എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ഡെപ്യൂട്ടേഷനിലുള്ള സാറുമാരും മാഡംമാരൊക്കെ പറയാറുണ്ട് എൻ്റെ അടുത്ത്, എപ്പോഴും ഇങ്ങനെ ഡെയിലി വേജ് സ്റ്റാഫായിട്ട് ഇങ്ങനെ നിന്ന് പോകരുത്, ടെസ്റ്റ് എഴുതി കയറണം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഒരു ചേച്ചിയുണ്ട്, സ്മിത ചേച്ചിയാണ് എന്നെ നിർബന്ധിച്ച് അവിടുത്തെ ജോലി റിസൈൻ ചെയ്യിപ്പിച്ച് PSC കോച്ചിങ്ങിലേക്ക് വഴിതിരിച്ച് വിടുന്നത്. അപ്പോൾ ആള് ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ പഠിച്ച് ജോലി മേടിച്ച ഒരാളാണ്. അപ്പോൾ ജോലി കിട്ടിയതിന് ശേഷം ആളുടെ ലൈഫിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആള് പറയുന്നതിൽ കാര്യമെന്ന് തോന്നി. വീട്ടിൽ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് പഠിച്ചു പോകാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ നല്ല വരുമാനമുള്ള സ്റ്റേബിളായിട്ടുള്ള ഒരു ജോലി കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ജോലി റിസൈൻ ചെയ്ത് PSC കോച്ചിങ്ങിനായിട്ട് നാട്ടിലേക്ക് വരികയാണ് ചെയ്തത്. ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നതിന് ശേഷം ഇവിടെ അടുത്തുള്ള ഒരു PSC കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്തു. അപ്പോൾ വർക്ക് ചെയ്യാതെ കോച്ചിങ്ങിന് പോകാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ തന്നെ ട്യൂഷൻ എടുക്കുകയും ബാക്കിയുള്ള സമയങ്ങളിൽ അവിടെ നിന്ന് പഠിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ പഠിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് പഠിച്ച് അങ്ങനെ ഒരു ശീലമുള്ള ആളല്ല. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചത്ര എളുപ്പമല്ല PSC പഠനം എന്നുള്ളത് ഒരു 1-2 മാസം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി. പുസ്തകങ്ങൾ റാങ്ക് ഫയലൊക്കെ ഇരുന്ന് വായിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് കമ്പൈൻ സ്റ്റഡിക്കും അങ്ങനെയൊക്കെ ഇരുന്ന് കൂട്ടായിട്ടൊക്കെ ഇരുന്ന് പഠിച്ച് ഏകദേശം ആ ഒരു ട്രാക്കിലേക്ക് കയറി വന്നപ്പോഴത്തേക്കും കോവിഡും കാര്യങ്ങളൊക്കെ വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ചു, ലോക്ക്ഡൗൺ ആയി. അതോടുകൂടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുള്ള ഒരു ഓഫ്ലൈൻ പഠനം അങ്ങനെ അവസാനിക്കാനുണ്ടായത്. പിന്നീട് വീട്ടിലിരുന്ന് പഠിക്കാന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഡിസ്കിന് കംപ്ലൈൻറ്റ് വന്നു. ഒരു 6 മാസത്തോളം അമ്മ കിടപ്പിലായിരുന്നു. അപ്പോൾ എനിക്ക് പഠനം കംപ്ലീറ്റ് ആയിട്ട് നിർത്തി വെക്കേണ്ടതായിട്ട് വന്നു. പിന്നെ അങ്ങോട്ട് 1 വർഷത്തോളം സമയം വലിയൊരു ഗ്യാപ്പായിരുന്നു. 2019 കഴിഞ്ഞ് 2020 കടന്നു. അപ്പോൾ ആ സമയത്തായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ മോളെ വിശേഷമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രദീപ് മുഖത്തല സാറിൻ്റെ മിഷൻ 150 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോഴ്സ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ സാറിൻ്റെ വീഡിയോസും ക്ലാസ്സുകളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യം തോന്നി. കാരണം ഇനിയിപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റില്ല, കല്യാണമൊക്കെ കഴിഞ്ഞു, പഠിക്കാനൊന്നും പറ്റില്ല എന്ന് വിചാരിച്ച് എല്ലാം അവസാനിപ്പിച്ചിരിക്കുന്ന ഒരു സമയത്താണ് സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ കാണുന്നത്. അപ്പോൾ സത്യത്തിൽ അതൊരു ഭയങ്കര ഒരു മോട്ടിവേഷനായിരുന്നു. നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ചൊരു കാര്യം വീണ്ടും ചെയ്യണം, എനിക്ക് ജോലി മേടിക്കണം. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെയും ആകുമ്പോഴത്തേക്കും എനിക്കൊരു സർക്കാർ ജോലിയിൽ കയറണം എന്ന് ഉള്ളൊരു ആഗ്രഹത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ് ഉണ്ടായത്. അങ്ങനെ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സാറിൻ്റെ ആ കോഴ്സിൽ ജോയിൻ ചെയ്ത് ഞാൻ പഠിച്ചു തുടങ്ങി. അപ്പോൾ പുസ്തകം വായിച്ചൊന്നും പഠിക്കാൻ താല്പര്യമില്ലാതിരുന്നൊരു ആളായിരുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിക്കുന്നതിനോട് നല്ല ഇൻട്രസ്റ്റ് തോന്നി. അപ്പോൾ അതുവരെ ഞാൻ ചിന്തിച്ചിരുന്നത് കമ്പൈൻ സ്റ്റഡി ഇല്ലാതെ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സസ് ഇല്ലാതെ എനിക്ക് പഠിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ക്ലാസ്സിൽ പോകാൻ പറ്റാതിരുന്നൊരു സാഹചര്യത്തിൽ ഈ വീഡിയോ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് എളുപ്പത്തിൽ പഠിക്കാനും ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. അപ്പോൾ എൻട്രി ആപ്പിൽ ഈ ജനറൽ PSC വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് ഞാൻ കുറച്ച് എക്സാമുകളൊക്കെ എഴുതിയിരുന്നു. WCPOൻ്റെയും ഫയർ വുമൻ്റെയൊക്കെ എക്സാം എഴുതിയിരുന്നു. അതുവരെ എഴുതിയിരുന്ന PSC എക്സാമുകളിലൊന്നും എനിക്കൊരു സപ്ലിമെൻ്ററി ലിസ്റ്റിൽ പോലും വരാൻ സാധിച്ചില്ല. മോള് ജനിച്ചതിന് ശേഷം ഭയങ്കര ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക്.
3-4 വർഷം PSCക്ക് വേണ്ടി ഇരുന്നിട്ടും ജോലിയൊന്നും കിട്ടിയില്ല. കയ്യിലുണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്യുകയും ചെയ്തു. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു വല്ലാത്തൊരു മാനസിക സംഘർഷം നിറഞ്ഞൊരു സ്റ്റേജായിരുന്നു അത്. ആ തവണത്തെ WCPOയിലും ഫയർ വുമണിലൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ ഫിസിക്കൽ ടെസ്റ്റിനൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു. പക്ഷേ 6 മാസത്തോളം ഫിസിക്കലൊക്കെ ചെയ്ത് ഐറ്റംസ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതിൽ എനിക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതോടുകൂടി മാനസികമായിട്ട് വല്ലാതെ തളർന്നിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത്, നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, നീ ഓൺലൈനായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതല്ലേ, എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ അതിലൊരു ഗോൾഡ് ബാച്ച് എടുത്തിട്ട് പഠിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും പഠിക്കാൻ തീരെ മനസ്സ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. മാനസികമായിട്ട് അത്രയും സ്ട്രഗിൾ ചെയ്യുന്നൊരു പീരീഡായിരുന്നു. എന്നാലും ഹസ്ബൻഡിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ സുജേഷ് പുറക്കാട് സാറിൻ്റെ കമ്പനി ബോർഡ് LGSൻ്റെ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്തു. സാറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്കത് വലിയൊരു റീസ്റ്റാർട്ടാണ് തന്നത്. സുജേഷ് സാറിൻ്റെ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് അത്രയും നാൾ ഞാൻ PSC ഫീൽഡിൽ ചെയ്തിരുന്നതെല്ലാം റോങ് ആയിരുന്നു എന്ന് മനസ്സിലായത്. എൻ്റെ ഒരു സ്റ്റഡി മെത്തേഡും കാര്യങ്ങളൊക്കെയും ശരിയായിരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായത് ആ ഒരു ഗോൾഡ് ബാച്ച് എടുത്തതിന് ശേഷമാണ്. കൃത്യമായൊരു സിലബസ് അടുക്കും ചിട്ടയോടുകൂടി ഉള്ള ക്ലാസ്സുകളിലൂടെ കവർ ചെയ്ത് കിട്ടിയപ്പോൾ എനിക്കത് വലിയൊരു റീസ്റ്റാർട്ടാണ് തന്നത്. അവിടെ നിന്ന് തൊട്ടാണ് ശരിക്കും PSC പഠനം കുറച്ചുകൂടെ എളുപ്പമാണ്, അത് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണെന്ന് മനസ്സിലായത് ആ കോഴ്സിന് ജോയിൻ ചെയ്തതിന് ശേഷമാണ്. കോഴ്സിൻ്റെ ആരംഭത്തിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം മകൾക്കന്ന് ഒരു 8 മാസം എന്തോ പ്രായമുള്ളൂ. അപ്പോൾ ആ സമയത്ത് കുഞ്ഞിനെ നോക്കുന്നതും പഠിക്കുന്നതും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതും കുറച്ച് സ്ട്രഗ്ലിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് മെൻറ്ററെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പിന്നെ അപ്പോഴും ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ അപ്പോഴും ഉണ്ട്, ഡിപ്രഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ സാറിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ എൻട്രിയിൽ നിന്ന് എന്നെ ഒരു മാഡം കോണ്ടാക്ട് ചെയ്യും. എനിക്ക് വേണ്ട എന്താ പറയുക, മാനസികമായിട്ടുള്ള ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും തന്നിട്ടുണ്ട്. കുഞ്ഞിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക, കുട്ടിയുടെ കാര്യങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ ചെയ്ത് തീർത്തിട്ട് പഠിക്കാൻ സമയം കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നെ മാഡം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗവൺമെൻറ് ജോലി വാങ്ങുക, അത് ഫോഴ്സിൽ തന്നെ ഒരു ജോലി വാങ്ങുക എന്നുള്ളത് ആയിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ മോള് ജനിക്കുന്ന സമയത്ത് സിസേറിയനായി പോയപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു, ഹസ്ബൻഡും എല്ലാവരും വിഷമിച്ച് ഇരിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിസേറിയനൊക്കെ കഴിഞ്ഞൊരു ഫിസിക്കൽ ടെസ്റ്റൊക്കെ എങ്ങനെ അറ്റൻഡ് ചെയ്യും, ഇനി ഫിസിക്കലി ഫിറ്റായി ഈ ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ഒരു ടെൻഷനായിട്ട് കിടന്നിരുന്നത്. മോളുണ്ടായി ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഫിസിക്കൽ ടെസ്റ്റിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. അപ്പോൾ എല്ലാ സൈഡിൽ നിന്നും എല്ലാവരും ഭയങ്കര ഓപ്പോസിഷനായിരുന്നു. ശരീരം അനക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, 6 മാസത്തോളമൊക്കെ റെസ്റ്റ് എടുക്കണം, ആ സമയത്താണോ ഓടാനും ചാടാനൊക്കെ പോകുന്നതെന്നൊക്കെയുള്ള രീതിയിൽ എല്ലാവരും, റിലേറ്റീവ്സ് ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും എല്ലാവരും അങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു റെസ്റ്റ് എടുക്കണം എന്നൊക്കെ. പക്ഷേ എന്നിരുന്നാൽ പോലെ എനിക്ക് ആ ഒരു യൂണിഫോം ഇടണം എന്നുള്ള എൻ്റെ ആഗ്രഹം കാരണം കൊണ്ട് ഞാൻ ശരീരത്തിനുള്ള ബുദ്ധിമുട്ടും കുഞ്ഞുള്ള ബുദ്ധിമുട്ടും എല്ലാ കാര്യങ്ങളും ഞാൻ സഹിക്കാൻ തയ്യാറായിരുന്നു. അപ്പോൾ 6 മാസത്തോളം ഞാൻ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് എല്ലാ ഐറ്റംസും റെഡിയാക്കി വെച്ചു. അപ്പോഴാണ് ആ സമയത്ത് WCPOൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പം അതിനകത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഞാൻ ഫിസിക്കലൊക്കെ കണ്ടിന്യൂ ചെയ്തു. ഫയർ വുമൻ്റെ ലിസ്റ്റും കൂടി വരാനുണ്ടായിരുന്നു. അപ്പോൾ ഫിസിക്കലും കണ്ടിന്യൂ ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ സ്വിമ്മിങ്ങിന് പ്രാക്ടീസ് ചെയ്തിരുന്നു. അതെല്ലാം ചെയ്ത് പിന്നെ ഒരു 3 മാസം കൂടി കഴിഞ്ഞു. അപ്പോഴാണ് ഫയർ വുമൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതിനകത്ത് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല. എന്നാലും തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് എന്നെ പോലെയുള്ള വീട്ടമ്മമാരോടാണ് പറയാനുള്ളത്, ഞാൻ അന്ന് തോറ്റു കൊടുക്കാൻ തയ്യാറാവാതെ ഇതിൽ പിടിച്ചു നിന്ന് ഫിസിക്കലും നമ്മളുടെ റിട്ടൺ ടെസ്റ്റും കാര്യങ്ങളൊക്കെയും ചെയ്ത കാരണം കൊണ്ടാണ് ഇന്നിപ്പോൾ എങ്ങനെയോ ഞാനിപ്പോൾ ഈ ഒരു ഫസ്റ്റ് റാങ്കിലേക്ക് വന്നിട്ടുള്ളത്.
മറ്റു കുട്ടികളെ പോലെ 20-15 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിച്ച് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് PSC-യിൽ വരുന്ന ലിസ്റ്റുകളിലെല്ലാം ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും മേടിക്കുന്ന ആ ഒരു കാറ്റഗറിയിൽ എന്നെ പെടുത്തരുത്. ഞാൻ ഇപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഒപ്പം വരുമാനമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാനും ഹസ്ബൻഡും PSC ടെസ്റ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹസ്ബൻഡും ജോലി റിസൈൻ ചെയ്ത് രണ്ടുപേരും സെയിം ടൈമിലാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് വരുമാനം ഇല്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ കാരണം കൊണ്ട് വീട്ടിൽ തന്നെ ഒരു ചെറിയൊരു ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും റൺ ചെയ്തുകൊണ്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പലരും സമയമില്ല, കുട്ടിയുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള എക്സ്ക്യൂസ് പറഞ്ഞ് ഇരിക്കുന്ന എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത്, എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. മറ്റു പോസ്റ്റുകളെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ ഈ ഫോഴ്സിലുള്ള എക്സൈസ്, ഫയർഫോഴ്സ്, പോലീസ്, ബീറ്റ് ഫോറസ്റ്റ് അതിലൊക്കെ ജോലി കിട്ടാനാണ് കുറച്ചും കൂടി എളുപ്പം എന്നാണ് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ എക്സാം നോക്കുവാണെങ്കിൽ ആദ്യം ഒരു പ്രിലിമിനറി ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ ആൾക്കാർ പുറത്തായി പോയി. പിന്നെ അത് കഴിഞ്ഞൊരു മെയിൻ എക്സാം ഉണ്ടായിരുന്നു. അതിനകത്തും കുറേ ആൾക്കാർ ഒഴിവായതിന് ശേഷം ലിസ്റ്റ് വന്നു. പിന്നെ ഒരു എൻഡുറൻസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് 2 കിലോമീറ്റർ ഓടണമായിരുന്നു 15 മിനിറ്റിൽ. അപ്പോൾ അതും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്തതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടായി. ഫിസിക്കൽ ടെസ്റ്റിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഒരു അറൗണ്ട് 50 ആളുകളെ നമ്മുടെ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ജോലിനോട് അത്രയും താല്പര്യമുള്ള ആളുകൾ, ഇപ്പോൾ ഫിസിക്കലൊക്കെ നോക്കാനാണെങ്കിലും നേരത്തെ തന്നെ കൂട്ടി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് മാത്രമേ അതിൻ്റെ അവസാന ഘട്ടം വരെ എത്താൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പകുതിയാകുമ്പോൾ വഴിയിൽ വെച്ചിട്ട് നിർത്തി പോകുന്നൊരു അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ ആഗ്രഹിച്ച് നമ്മൾ ഫിസിക്കലും നോക്കി നല്ല രീതിയിൽ എക്സാം പ്രിപ്പയർ ചെയ്ത് ഇതിനു വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവസാനം ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് അതിനകത്ത് ഉൾപ്പെടുന്ന എല്ലാവർക്കും ജോലി കിട്ടുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ചെറിയ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ലിസ്റ്റിനേക്കാൾ കൂടുതൽ വേക്കൻസി നിലവിലുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വേണമെന്ന് വെച്ച് ഫോഴ്സ് ജോലികൾ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ നോക്കാനുള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ളത് ഫോഴ്സുകളിലെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. 2025 ഇപ്പോൾ ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്നും എല്ലാവരും ഗവൺമെൻറ് സർവീസിൽ എത്തട്ടെ എന്നും ഞാൻ ആശംസിച്ചുകൊള്ളുന്നു.